സംസ്ഥാനത്ത് മഴ ശക്തമാകും. വടക്കൻ ജില്ലകളിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പ് നൽകി. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്ക് റെഡ് അലർട്ട് നൽകിയിട്ടുണ്ട്. കോഴിക്കോടും കണ്ണൂരിലും കനത്ത മഴയിൽ വൻ നാശനഷ്ടമുണ്ടായി. കോഴിക്കോട് ഇടിമിന്നലിൽ 2 വീട് തകർന്നു. നഗരത്തിന്റെ പലയിടങ്ങളിൽ വെള്ളക്കെട്ടും രൂക്ഷമാണ്. കണ്ണൂർ താഴെ ചൊവ്വയിലെ വീടുകളിൽ വെള്ളം കയറി. പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയുടെ പഴയ കെട്ടിടത്തിന്റെ ഭാഗങ്ങൾ തകർന്നു വീണു. വിവരങ്ങളുമായി SP ശ്രീനന്ദ ഒപ്പം ചേരുന്നു. ശ്രീനന്ദ, വലിയ മഴയോ വരാനിരിക്കുന്നത്? തീർച്ചയായിട്ടും കൃഷ്ണരാജ്, ഇപ്പോൾ 4 ജില്ലകളിലാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കോഴിക്കോട്, കണ്ണൂർ, വയനാട് ജില്ലകളിലാണ് ഇപ്പോൾ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റ് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. ഓറഞ്ച് അലേർട്ട് 2 ജില്ലകളിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വരും മണിക്കൂറുകളിൽ അതിശക്തമായ മഴ തന്നെയായിരിക്കും സംസ്ഥാനം ഒട്ടാകെ ഉണ്ടാവുക എന്നുള്ളൊരു മുന്നറിയിപ്പാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇപ്പോൾ നൽകുന്നത്. 5 ദിവസത്തിനുള്ളിൽ തന്നെ കാലവർഷം എത്തിച്ചേരും. ഒട്ടും താമസിയാതെ തന്നെ കാലവർഷം സംസ്ഥാനത്തൊട്ടാകെ തന്നെ എത്തിച്ചേരും എന്നുള്ളൊരു കാര്യം കൂടി കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. അതുപോലെ തന്നെ അതിശക്തമായ മഴയ്ക്കും കാറ്റിനുമുള്ള സാധ്യതകളുണ്ട്. ഇടിമിന്നലോട് കൂടിയ മഴയായിരിക്കും വരും മണിക്കൂറുകളിൽ ഉണ്ടാവുക എന്നുള്ള ഒരു പ്രഖ്യാപനം കൂടി കാലാവസ്ഥാ കേന്ദ്രത്തിൽ നിന്നും വരുന്നുണ്ട്. ഇനി എന്തായാലും അടുത്ത വരുന്ന ഒരു 4 മണിക്കൂറുകൾ എന്തായാലും അതിതീവ്ര മുന്നറിയിപ്പുകളാണ്, അല്ലെങ്കിൽ ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. മത്സ്യബന്ധനത്തിന് പോകുന്ന തൊഴിലാളികളോട് പോകരുതെന്നും, അഥവാ അവർ കടലിലാണ് നിൽക്കുന്നതെങ്കിൽ അതിനനുസരിച്ചുള്ള മാർഗങ്ങൾ അല്ലെങ്കിൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ജാഗ്രതകളെല്ലാം തന്നെ പുലർത്തണമെന്നുമാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പും സമുദ്ര ഗവേഷണ പഠന വകുപ്പും അവരോട് നൽകിയിരിക്കുന്ന വിവരം എന്ന് പറയുന്നത്. കടലാക്രമണത്തിനുള്ള സാധ്യതയുള്ളതിനാൽ വിനോദസഞ്ചാരികൾക്കും തീരപ്രദേശങ്ങളിൽ വിലക്കുകൾ ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും ഇനി അങ്ങോട്ടുള്ള മണിക്കൂറുകളിൽ നിരവധി നാശനഷ്ടങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ജാഗ്രതകൾ പുലർത്തണമെന്നുകൂടി കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. വ്യത്യസ്ത ജില്ലകളിൽ പല ജില്ലകളിലായി നിരവധി നാശനഷ്ടങ്ങളാണ് മണിക്കൂറുകളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി അതിശക്തമായ പെയ്ത മഴയിൽ തിരുവനന്തപുരത്തും വെള്ളക്കെട്ടുകൾ ഉണ്ടായി. നിരവധി പേർ വെള്ളത്തിൽ വീഴുന്ന ഒരു അവസ്ഥയും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കോഴിക്കോടും കണ്ണൂരും കാസർഗോഡും എല്ലാം തന്നെ വ്യത്യസ്ത തരത്തിലുള്ള മഴ മുന്നറിയിപ്പുകൾ അതുപോലെ തന്നെ മഴക്കെടുതികളും ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. കൃഷ്ണരാജ്, ശരി, വലിയ മഴ വരാനിരിക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു SP ശ്രീനന്ദ.